ഒരു അടിപൊളി ഡയലോഗ് പറഞ്ഞിട്ടാ, അത് എന്നോടൊപ്പം മണ്ണിലലിഞ്ഞ് ചേരും. ഒന്നാം ക്ലാസ് മുതൽ 5 വയസ്സുള്ളപ്പോൾ മുതൽ കാണാൻ തുടങ്ങിയാണ്. കാറ്റിസം ക്ലാസ്സിൽ ലീഡേഴ്സ് ആവണത് ആണുങ്ങളുടെ സൈഡിൽ നിന്ന് മിക്കപ്പോഴും എന്നെ ആക്കും, പെണ്ണുങ്ങളുടെ സൈഡിൽ അവിടെ നിന്ന് ആക്കും. അങ്ങനെ കുറെ നാള് സംസാരിച്ചു. ആ സമയത്തൊക്കെ ക്രഷ് ഉണ്ടായിരുന്നു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാനൊരു ടെക്സ്റ്റ് ചെയ്താൽ ചിലപ്പോ ഒരു 2 മാസം 3 മാസം ഒക്കെ ആയിട്ടായിരിക്കും അതിന്റെ റിപ്ലൈ ഒക്കെ വന്നത്. അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ പാവപ്പെട്ടവരാണ്, വീട്ടിൽ ഇന്റർനെറ്റ് ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ കഫേയിലൊക്കെ പോകുമ്പോ മാത്രം ഈ മെസ്സേജ് കാണുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യും. അങ്ങനെ പോയി. ആ സമയത്താണ് കസിൻസ്, ഞാൻ ജെറി, മനു ഒക്കെ കൂടി ഇവന്റ്സ് സ്റ്റാർട്ട് ചെയ്യണത്. നമുക്ക് ഈ ബിസിനസ് പരിപാടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്ത് പെരുമാറിയത്. ഞങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് മൊമെന്റ് എന്ന് പറയുന്നത് കുറച്ച് ക്രിഞ്ചാണ്, എന്നാലും ആ ഒരു മൂവി ഒരു ബിഗ് പാർട്ടാണ്. ഓക്കെ, എന്നോട് പറയാൻ പറഞ്ഞിട്ട് പറയണേട്ടാ. വിജയ് സൂപ്പർ ആൻഡ് പൗർണമി എന്ന് പറഞ്ഞ മൂവി, ആ മൂവി നമ്മൾ കണ്ടതിന് ശേഷം ലൈക്ക് ഒരു നല്ല ലൈഫ് പാർട്ട്ണറിന്റെ കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണ കുറെ കാര്യങ്ങൾ, നമ്മളത് മൂവിയുടെ ഒരു റിവ്യൂ പോലെ ഞങ്ങളുടെ ജസ്റ്റ് ഡിസ്കഷൻ അത്ര ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോന്ന്. എൻ്റെ ചോദ്യം സഹിച്ച് എനിക്ക് ഒരു പോയിന്റിൽ പറഞ്ഞ് എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമാണ്, പക്ഷെ ആ കുട്ടിക്ക് അറിയില്ല. ഒരു അടിപൊളി ഡയലോഗ് പറഞ്ഞിട്ടാ, അത് എന്നോടൊപ്പം മണ്ണിലലിഞ്ഞ് ചേരും. അപ്പോ ഒഫീഷ്യലി 2019 ഫെബ്രുവരി 1 തീയതി രാത്രി 10:52 ആ ഒരു ടൈമിലാണ് ഞാൻ 7 വർഷം അത് ഏറ്റവും എൻ്റെ ലൈഫില് ഞാൻ ചർച്ചയാണ് ഏറ്റവും അടിപൊളി ഒരു മൊമെന്റ് ആയിരുന്നു. ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു, എടി എൻ്റെ ലൈഫ് പാർട്ണറായിട്ട് വിളിച്ചാൽ എന്തായിരിക്കും തൻ്റെ റിയാക്ഷൻ? എന്നിട്ട് ഞാൻ ഫോൺ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ടുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോഴും ഞാൻ ഓർക്കണത്. അത്രയും ഞാൻ വിറച്ചിട്ടില്ല. എടുത്ത് നോക്കി ഹഹാ കളിയാക്കുവാണോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാണ്, എന്താണെങ്കിലും പറയണം. വന്നത് അയാൾ പറയണത് കുറെ നെഗറ്റീവ്സ് ആണ് ആ ഒരു ടൈമിൽ ആൾ ഇട്ടത്. നെഗറ്റീവ്സ് എന്തൊക്കെയായിരുന്നു? ഞാൻ അങ്ങനല്ല, നമ്മൾ ഒരാൾ പ്രപ്പോസ് ചെയ്യുമ്പോൾ തന്നെ യെസ് പറയാൻ പാടില്ല. പട്ടിഷോ അല്ല, ഒരാൾക്ക് നമ്മൾ ഹോപ്പ് കൊടുക്കുന്ന പോലെയാണ്. അപ്പൊ തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി യെസ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് നോക്കാം ഇത് വർക്ക്ഔട്ട് ആവുന്ന. കാരണം അത്രയും നാൾ നമ്മൾ ഫ്രണ്ട്സ് മാത്രമായിരുന്നു. ഒരു ഫ്രണ്ട്സ് എന്നുള്ളൊരു ഇതല്ല ഒരു റിലേഷനിലേക്ക് വരുമ്പോൾ, അതൊരു ഫാമിലി ലൈഫിലേക്ക് വരുമ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം, നമുക്കിത് ആരെ അറിയിക്കേണ്ട, മെയിൻലി വേറൊന്നുമല്ല, നമുക്ക് നമ്മളുടെ ഫാമിലിനെ ആദ്യം അറിയിക്കണം എന്നുണ്ടായിരുന്നു. കാരണം അവർ ഓക്കെ ആണോ, അവർ സപ്പോർട്ട് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കിത് ഓക്കെ ആയിട്ട് തോന്നുമോ, അങ്ങനത്തെ കുറെ കൺഫ്യൂഷൻസ് ഞാൻ പറഞ്ഞ്. അതുകൊണ്ട് നമ്മളത് പേഴ്സണലാക്കി വെക്കാം. പക്ഷെ ആ കൺഫ്യൂഷൻസ് ഒക്കെ 1 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ആള് യെസ് പറഞ്ഞു സെയിം നൈറ്റ്. പിന്നെ ഞങ്ങൾ അന്നെടുത്ത തീരുമാനമാണ്, ഇത് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കും, നമ്മൾ രണ്ടുപേരും മാത്രം. ഈവൻ എനിക്ക് അറിയാം, ലൈക്ക് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അത്രയും ക്ലോസ് ആണ്, ഞാൻ എല്ലാം പറയുന്ന ഫ്രണ്ട്സാണ്. ആരുടെടുത്തും ഫാമിലി ഫ്രണ്ട്സ് ആരുടെടുത്തും ഈ കാര്യം പറയണ്ട, നമുക്കിതൊരു ട്രൈ ചെയ്യാം. ഇത് വർക്ക്ഔട്ട് ആവുകയാണെങ്കിൽ നല്ല രീതിയിൽ പോകും, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ലെറ്റ്സ് മേക്ക് ഇറ്റ് പബ്ലിക്. ഞങ്ങൾ ഡേറ്റ് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പള്ളുരുത്തി ഭാഗത്തൂടി പോവാം. അപ്പൊ ഇവന്മാർക്കൊന്നും അറിയില്ല, അമിത്തും വൈശാഖനൊക്കെ ആർക്കും ഈ ഒരു കാര്യം അറിയില്ല. അപ്പൊ ഞാൻ ഇവളെ ഇരുത്തിക്കൊണ്ട് പോണെയാണ്. ഇവള് സ്കാഫൊക്കെ ഇട്ടിട്ടുണ്ട്. പോയി ഞാനിങ്ങനെ പോണ വഴി ഇവന്മാര് ജിമ്മിൽ നിന്ന് ഇറങ്ങുക. അപ്പൊ ഞാൻ അവന്മാരെ കണ്ട് ഞാൻ വണ്ടി എടുത്തും പോയി. കാരണം സീനാണ്, ഇവന്മാർ അറിഞ്ഞാൽ തീർന്ന് എൻ്റെ പരിപാടി കഴിഞ്ഞു. ഇവന്മാർ ചോദിച്ചിട്ട് ഞാൻ ഓൾറെഡി ഇല്ലാന്ന് പറഞ്ഞ കാര്യമാണ്. കുറച്ചങ്ങോട്ട് പോയപ്പോ അമിത് അവന് കണ്ടോണ്ട് രക്ഷപ്പെട്ട് അവൻ എന്നെ വിളിച്ചിട്ട് എടാ നീ ചേച്ചിനായിട്ട് ഇവിടെ പോണ്. ഞങ്ങൾ ഇതിന് ശേഷം പറഞ്ഞതിന് ശേഷം 1 year ആയിട്ട് ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. ഏറ്റവും ടഫ് സിറ്റുവേഷൻസ് ഞങ്ങള് ഓൾമോസ്റ്റ് ഞങ്ങള് ബ്രേക്കപ്പ് ആവാനായി. അത്രയ്ക്ക് ടഫ് സിറ്റുവേഷൻസ് ആയിരുന്നു. കാരണം എനിക്ക് ഇവന്മാരോടത്ത് പറയാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. അതും ടൈം ഡിഫറൻസ് ഉണ്ട്, ഒരു 5.5 hours. അതല്ലാണ്ട് ഇവന്മാരില്ലാത്ത സമയത്ത് വേണം എനിക്ക് ഇവളായിട്ട് സംസാരിക്കാൻ. അപ്പൊ അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരുന്നു. ആ ടൈമില് എന്റെ ചുറ്റും അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ആയിരിക്കണം, എന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലി ആരും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കണം, എന്നാലേ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ വീട് അടുത്തടുത്താ. അപ്പൊ അമ്മ
ഇതല്ലേ? അവളുടെ വീടിന്റെ ആ സ്ഥലത്തേക്ക് കണ്ണു കാണിച്ചു. ഞാൻ പറഞ്ഞു ആ അത് തന്നെ. അവര് അടിപൊളിയായിട്ട് അവര് ഹാപ്പി ആയിരുന്നു ആ ഒരു മൊമെന്റില്. അങ്ങനെ 9 ഓക്കെ, ഞാനിത് ആദ്യം അമ്മേനോട് പറഞ്ഞത്. അമ്മേനെ ഞാൻ ഒരു റൂമിൽ കൊണ്ടുപോയി ഇരുത്തി പറഞ്ഞ്, അമ്മ ഇങ്ങനെ എനിക്കൊരാളെ ഇഷ്ടമാണ്. അപ്പോൾ അമ്മ ചോദിച്ചു ആരാ? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ണിയാണ്. അയ്യേ ഉണ്ണിയാണ്? അയ്യേന്നൊന്നും പറഞ്ഞില്ല, ഏകദേശം ഇങ്ങനെയൊക്കെ റെസ്പോൺസ്. അങ്ങനെ കംപ്ലീറ്റ്ലി എല്ലാവരുടെയും ബ്ലെസ്സിങ് കൊണ്ട് ഇന്നത്തെ ഈ ദിവസം വരെ ഞങ്ങളിവിടെ എത്തി. അപ്പോൾ ഇനിയും ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. ഇനി മുമ്പോട്ട് എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് വേണം. താങ്ക് യു സോ മച്ച്.